തക്കുടിന്റെ മുടി വെട്ടാൻ പിന്നെ റൊണാൾഡ് പോയി. അപ്പൊ പോണ വഴിക്ക് ലില്ലിക്കും അവിടെ എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ഡാൻസ് ക്ലാസ് അല്ലേ, പിന്നെ എന്താ ആവശ്യം? ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് അവർക്ക് കടയിലോ എന്തോ സാധനം മേടിക്കണോ എന്തൊക്കെയോ പറഞ്ഞു. മിസ്റ്റേക്ക് ഇല്ലേ? അല്ല, കടയിൽ എന്ത് സാധനം മേടിക്കും? എന്ത് ഒരാളിന് എന്തെല്ലാം സാധനം മേടിക്കാം? അത് അവക്കല്ലേ അറിയുള്ളൂ. ഇപ്പൊ എല്ലാ കാര്യവും നിന്നോട് പറയണോ? അവക്ക് നീ എല്ലാം അവളോട് പറയണോ? നിനക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോണ വഴിക്ക് ഒരു ആവശ്യങ്ങള്. അതിപ്പം മനുഷ്യന്മാർക്ക് എന്തെല്ലാം ആവശ്യം വരും. അമ്മാവൻ എന്തോ സൂചിയുടെ നൂലിന്റെ എന്തോ കാര്യം പറയാം, അതങ്ങോട്ട് നോക്കാം എന്താന്ന്. ഈ റൊണാൾഡിനോട് വരാൻ പറ, ആ കട്ടിലൊക്കെ എടുത്ത് പുറത്തേക്ക് ഇടണം. അമ്മാവ അവനെ ഒരു ആവശ്യത്തിന് പറഞ്ഞു വിട്ടേക്കാണ്. അവൻ മുടി വെട്ടാൻ കൊച്ചിനെ കൊണ്ടുപോയിക്കണല്ലേ, അത് സമയം എടുക്കൂല. കടയിൽ ആളും തിരക്കും ഒക്കെ ആണെങ്കിൽ ആളുണ്ടോ ഇല്ലോ എന്നുള്ള ക്ലീറ്റ് ഇവിടെ വന്നിട്ട് എങ്ങനെ അറിഞ്ഞ? ഇവിടെ കഴിഞ്ഞ് വരുമല്ലോ. പറഞ്ഞ അവനായതുകൊണ്ട് അവൻ അവിടെ എവിടെയെങ്കിലും കറങ്ങി നടക്കും. ഇല്ല, ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിക്കണ്ടെന്ന്. എന്തോ ഉരുണ്ട് കളിക്കണ്ടല്ലോ. എന്തോ ഉണ്ട്. എന്ത് ഡാഡി കിട്ടുന്നു പരിങ്ങുന്നു. സത്യം പറഞ്ഞ റൊണാൾഡിനെ എന്തിനു വിട്ടതാ? ഇവരുണ്ടല്ലോ അതിനകത്ത്. നന്നായി. അവളിപ്പോൾ റൊണാൾഡോ എവിടെ? ആടാ റൊണാൾഡോ ഇങ്ങോട്ട് വന്നാ 2-3 കട്ടിൽ ഇങ്ങോട്ട് പുറത്തേക്ക് ഇടാണ്ട്. അതിന് റൊണാൾഡോ അതിനകത്തുണ്ടോ? അമ്മാവനെന്താ കണ്ണ് കണ്ടൂടെ? ഇല്ലേ അവനവിടെ? റൊണാൾഡിനെ ഞാൻ വേറെ 1-2 ആവശ്യം കൂടി പറഞ്ഞു. ദൈവമേ, മുടി വെട്ടാൻ പോയിട്ട് കാണിച്ചു വെച്ചിട്ട് മുടി അയ്യോ മുടി വെട്ടണ കടയിൽ അവധിയല്ലേ? ഞാനതില് കട അവധിയായിരുന്നു. നിങ്ങൾ എവിടെ പോയിരിക്കും? ഞാൻ വ്യാഴാഴ്ച എന്ന് പറഞ്ഞ് ഇരിക്കായിരുന്നു. ചൊവ്വാഴ്ചയായിരുന്നു. അല്ല, അവൻ മുടി വെട്ടാൻ പോയി, നീ എങ്ങനെ പിള്ളേ കൂട്ടിട്ട് വരുന്നു? അല്ല, അവർ ഒരുമിച്ചല്ലേ ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് റൊണാൾഡിനെ ഞാൻ വേറെ ആവശ്യം പറഞ്ഞപ്പോ ഇവര് ഒരുമിച്ചുണ്ടെങ്കിൽ അവനെ ഇവളുടെ കയ്യിൽ ഏൽപ്പിക്കാന്ന് പറഞ്ഞല്ലോ. ഡാൻസ് ക്ലാസ് പിന്നെ ഉണ്ടായിരുന്നു, പക്ഷെ പിള്ളേര് കുറവായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞ് എന്തോ ഇത് ഒരാള് പുറത്ത് പോയിട്ട് വരുമ്പോ തലങ്ങും വിലങ്ങും നിന്ന് 100 ചോദ്യങ്ങൾ ചോദിക്കാതെ അവര് ഡ്രസ്സ് മാറിയ വെള്ളം എന്തൊരു വെയിലായിരുന്നു. മോൻ കണ്ടറിയാം നല്ല ക്ഷീണം. വെയിലത്ത് നിന്നാണോ ഡാൻസ് പഠിപ്പിച്ചത്? വരുന്ന വഴിക്കുന്നു ഓട്ടോറിക്ഷയിലല്ലേ വന്നേ? കൊറേ ദൂരം നടന്നിട്ടാണല്ലോ ഓട്ടോറിക്ഷ കിട്ടിയത്. നിന്റെ ഡാൻസ് ക്ലാസിന്റെ തൊട്ട് താഴെയല്ലേ ഓട്ടോറിക്ഷ? ക്വസ്റ്റ്യൻ ചെയ്യണത് എനിക്ക് തൊണ്ട വരണ്ടിട്ട് ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. ഞാൻ മാർക്ക് അങ്ങോട്ട് പൊന്നോ. ഒരു കഷ്ടം തന്നെ ഈ വീട്ടിൽ. എനിക്കൂടെ ഇച്ചിരി വെള്ളം കുടിക്കാന് എന്റെ തൊണ്ട വരണം. ഞാൻ ഇത്തിരി വെള്ളം നേരത്തെ വെള്ളം എടുത്തു തരാം. ഇവരെന്തിനാ വെള്ളം കുടിക്കുന്നത്? എന്ത് പണി എടുത്തിട്ടാ? എന്തോ ഉണ്ട് തങ്കാവും. ഇതെന്തോ ഒരു ചുറ്റിക്കളി ഉണ്ട് ഇത്. അല്ല, ഇത് നമുക്ക് കണ്ടുപിടിക്കാം. ഇവരൊക്കെ വിറ്റ പൈസ പോക്കറ്റിലിട്ട് നടക്കണവനാണ് ഈ ഗിരിരാജൻ. എന്നോടാ കളി.